സംസ്ഥാനത്തെ 2 മന്ത്രിമാർ നിയമം ലംഘിച്ച് ശമ്പളത്തോടൊപ്പം MP പെൻഷനും കൈപ്പറ്റുന്നതായി അക്കൗണ്ടന്റ് ജനറലിന്റെ കണ്ടെത്തൽ വന്നിരിക്കുകയാണ്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷും പുരാവസ്തു വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രനുമാണ് ഇത്തരത്തിൽ ഇരട്ട ആനുകൂല്യം കൈപ്പറ്റിയത്. അധികമായി വാങ്ങിയ തുക അടിയന്തരമായി തിരികെ പിടിക്കണമെന്നാവശ്യപ്പെട്ട് അക്കൗണ്ടന്റ് ജനറൽ പൊതുഭരണ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് കത്തും നൽകി. AG പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് മന്ത്രിമാരുടെ ചട്ടലംഘനത്തിന്റെ വിവരങ്ങൾ പുറത്തു വന്നിട്ടുള്ളത്. മന്ത്രി എന്ന നിലയിൽ ശമ്പളം വാങ്ങുമ്പോൾ MP പെൻഷനിൽ കുറവ് വരുത്തേണ്ടതുണ്ടെന്നാണ് ചട്ടം. എന്നാൽ MP രാജേഷും കടന്നപ്പള്ളി രാമചന്ദ്രനും ഈ പെൻഷൻ തുക കുറച്ചിട്ടില്ല. പലർക്കും ആനുകൂല്യങ്ങൾ നൽകാനാകാതെ സർക്കാർ കനത്ത സാമ്പത്തിക ബാധ്യതകളിലൂടെ കടന്നു പോകുന്നതിനിടെ 2 മന്ത്രിമാരും അധികമായി കൈപ്പറ്റിയ പണം തിരികെ നൽകണമെന്നും റിപ്പോർട്ടിലുണ്ട്. ജനപ്രതിനിധികളുടെ ശമ്പളവും പെൻഷനും സംബന്ധിച്ച വ്യക്തമായ ചട്ടങ്ങളാണ് ഇന്ത്യയിലുള്ളത്. 1954 പാർലമെന്റ് അംഗങ്ങളുടെ ശമ്പളം, അലവൻസ്, പെൻഷൻ നിയമപ്രകാരം ഒരാൾ മന്ത്രി എന്ന നിലയിൽ ശമ്പളം കൈപ്പറ്റുമ്പോൾ അയാൾക്ക് ലഭിക്കുന്ന MP പെൻഷൻ തുകയിൽ മാറ്റം വരുത്തേണ്ടതുണ്ട്. ഒരു മുൻ പാർലമെന്റ് അംഗം മന്ത്രിയാകുമ്പോൾ ആ വ്യക്തിയുടെ മന്ത്രി ശമ്പളത്തിൽ നിന്നും MP പെൻഷന് തുല്യമായ തുക കുറവ് ചെയ്യണം. എന്നാൽ MP രാജേഷും രാമചന്ദ്രൻ കടന്നപ്പള്ളിയും പെൻഷൻ തുക കുറയ്ക്കാതെ തന്നെ പൂർണ്ണ ശമ്പളവും പെൻഷനും ഒരേ സമയം കൈപ്പറ്റിയതായാണ് ഓഡിറ്റ് റിപ്പോർട്ടിൽ വ്യക്തമാകുന്നത്. അതുകൊണ്ട് തന്നെ ഇരുവർക്കും ഇലക്ഷനിൽ മത്സരിക്കുന്നതിനും തടസ്സം നേരിടേണ്ടതായി വരും. കോടിക്കണക്കിന് ആളുകൾ ജോലിയും ശമ്പളവും ഇല്ലാതെ കഴിയുന്നു. പെൻഷൻ കിട്ടാതെ കർഷകരും വലയുന്നു. സാധാരണ പൗരന്മാർ പോലും മാസം കുറഞ്ഞത് 10,000 രൂപ പെൻഷൻ ലഭിക്കണമെന്ന ആവശ്യവുമായി രംഗത്തെത്തുമ്പോൾ MP പെൻഷനും മന്ത്രിയുടെ ശമ്പളവും ഒരുമിച്ച് സ്വീകരിക്കുന്ന നേതാക്കൾക്ക് പൊതുജനത്തിനോട് എന്ത് ഉത്തരവാദിത്തമാണ് ഉള്ളതെന്ന ചോദ്യമാണ് ഉയരുന്നത്. ജനപ്രതിനിധികൾ ജനസേവനത്തിനായാണ് രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നത് എന്ന വാദം ഉയർത്തുന്നവരുണ്ടെങ്കിലും അധികാരത്തിലിരിക്കുന്ന ചിലർക്ക് ഒരേ സമയം വിവിധ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനെതിരെ സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് പ്രതിഷേധമുയരുന്നുണ്ട്. MP ആയിരുന്ന കാലത്തെ പെൻഷനും നിലവിൽ മന്ത്രിയായുള്ള ശമ്പളവും ഒരുമിച്ച് സ്വീകരിക്കുന്നത് ധാർമ്മികമായി ശരിയാണോ എന്ന് ചിന്തിക്കണം. സാമ്പത്തികമായി ബുദ്ധിമുട്ട് നേരിടുന്ന സാധാരണക്കാർക്ക് അടിസ്ഥാന പെൻഷൻ പോലും ലഭിക്കാൻ ബുദ്ധിമുട്ടുന്ന സാഹചര്യത്തിൽ ജനപ്രതിനിധികൾക്ക് ഒന്നിലധികം ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് ഖജനാവിനോടും ജനങ്ങളോടും കാണിക്കുന്ന അനീതിയല്ലേ? ഇതിനിടെ ജനസേവനം ചെയ്യുന്നവർക്ക് ശമ്പളവും പെൻഷനും നിയന്ത്രിക്കുകയോ അതിന് വ്യക്തമായ മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുകയോ വേണമെന്ന ആവശ്യവും ശക്തമാകുന്നുണ്ട്. പൊതുജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നാണ് ഈ ആനുകൂല്യങ്ങൾ നൽകുന്നത്. രാഷ്ട്രീയ നേതാക്കൾക്ക് ലഭിക്കുന്ന ശമ്പള പെൻഷൻ സംവിധാനത്തിൽ സുതാര്യതയും പരിഷ്കാരവും വേണമെന്ന ആവശ്യമാണ് സമൂഹത്തിൽ ഉയരുന്നത്. അതേസമയം ജനപ്രതിനിധികൾക്ക് ലഭിക്കുന്ന ശമ്പളവും പെൻഷനും നിയമപരമായി നിശ്ചയിച്ച സംവിധാനങ്ങളാണെന്നും അതിൽ മാറ്റം വരുത്തേണ്ടതുണ്ടെങ്കിൽ അതിന് നിയമപരമായ നടപടികൾ ആവശ്യമാണ് എന്നും രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്നാൽ സാധാരണക്കാർ പെൻഷൻ ആവശ്യവുമായി സമരം നടത്തുന്ന സമയത്ത് തന്നെ ഈ വിഷയം വീണ്ടും ചർച്ചയാകുന്നത് രാഷ്ട്രീയ രംഗത്ത് പുതിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ്.